ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞാൽ മെയ് മാസം തുടങ്ങുകയാണ്. മെയ് മാസത്തിൽ ത്രിപുഷ്കര യോഗം വരുന്ന ദിവസങ്ങൾ, അതുപോലെ തന്നെ മെയ് മാസത്തിൽ ചൊല്ലേണ്ടുന്ന മണി മന്ത്ര, അതുപോലെ മൈത്രേയ മുഹൂർത്തം, ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ മാസം ഏപ്രിൽ മണി മന്ത്ര ഞാൻ പറഞ്ഞു തന്നിരുന്നു. അത് ചൊല്ലി ഒരുപാട് പേർക്ക് സഡനായിട്ട് പൈസ കിട്ടി കയ്യിൽ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. ഒരുപാട് സന്തോഷം. ഈ മാസവും പറയുന്നത് അതുപോലെ തന്നെ വളരെയധികം പവറായിട്ടുള്ള സ്വിച്ച് വേർഡ് തന്നെയാണ്. അപ്പം നമുക്ക് അതൊക്കെ എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് മെയ് മാസത്തിൽ വരുന്ന ത്രിപുഷ്കര യോഗം എന്നാണെന്ന് നോക്കാം. മെയ് മാസത്തിൽ ആകെ ഒരേ ഒരു തവണയേ ഇപ്രാവശ്യം ത്രിപുഷ്കര യോഗം വരുന്നുള്ളൂ. അത് ചിലപ്പോൾ അങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു. മെയ് 3-ാം തീയതി ശനിയാഴ്ചയാണ് ഇത്തവണത്തെ ത്രിപുഷ്കര യോഗം വരുന്നത്. സമയം രാവിലെ 7:51 മുതൽ ഉച്ചയ്ക്ക് 12:34 വരെ. 5.5 മണിക്കൂർ മാത്രമാണ് നമുക്ക് ഇപ്രാവശ്യം ത്രിപുഷ്കര യോഗ സമയം കിട്ടുന്നത്. കഴിവതും നിങ്ങൾ ആ സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. എന്താണ് ത്രിപുഷ്കര യോഗം? ത്രിപുഷ്കര യോഗം നമ്മൾ എങ്ങനെ വിനിയോഗിക്കണം എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ തന്നെയും ആദ്യമായിട്ട് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയാം. ത്രിപുഷ്കര യോഗം എന്ന് പറയുന്നത് നമ്മൾ എന്തു ചെയ്താലും വീണ്ടും 2 തവണയും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യോഗമാണ്. അപ്പം അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. അതായത് സ്വർണം മേടിക്കുക, വെള്ളി മേടിക്കുക, ആദ്യമായിട്ടൊരു വാഹനം വാങ്ങുക, അതുപോലെ തന്നെ വീടിന് പാല് കാച്ചുക, സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുക, അങ്ങനെയുള്ള എന്തൊരു നല്ല കാര്യം, കുലദൈവ ക്ഷേത്രം, വലിയ വലിയ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ പോകുക, ഡ്രസ്സ് എടുക്കുക, അങ്ങനെ എന്തൊരു കാര്യം ചെയ്താലും ത്രിപുഷ്കര, അതായത് 3 തവണയും കൂടി ഒരു പുഷ്പം ബ്ലൂം ചെയ്യുന്നത് പോലെ, വിരിയുന്നത് പോലെ 3 തവണയും കൂടി നമുക്ക് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ത്രിപുഷ്കര യോഗത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് കഴിഞ്ഞ മാർച്ചിലും ഏപ്രിലും ഒക്കെ ഞാൻ ഈ ഒരു യോഗം പറഞ്ഞിട്ട് സ്വർണം വാങ്ങിച്ചിട്ട് വീണ്ടും അവർക്ക് സ്വർണവും വസ്ത്രവും ഒക്കെ വാങ്ങിക്കാൻ പറ്റിയെന്ന് മെസ്സേജ് അയച്ചിരുന്നു. അതുകൊണ്ട് കഴിവതും നിങ്ങൾ സ്വർണം മേടിക്കാനായിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഡ്രസ്സ് എടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാവുന്നതാണ്. ഈ ഒരു ദിവസം നമ്മൾ ഇത് വാങ്ങിക്കുമ്പം അന്ന് ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ അഷ്ടമിയാണോ രാഹുകാലം ഇതൊന്നും നോക്കേണ്ടുന്ന കാര്യമില്ല. ഈ ഒരു യോഗമുള്ള ദിവസം മുഹൂർത്തം നോക്കേണ്ടുന്ന ആവശ്യമേ നമുക്കില്ല. ഇനി രണ്ടാമതായിട്ട് മെയ് മാസത്തിലെ മണി മന്ത്രയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു മണിമന്ത്ര ആർക്ക് വേണമെങ്കിലും പറയാവുന്നതാണ്. അതായത് ഇതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. പീരിയഡ്സ്, പുലവാലായ്മ, നോൺ വെജ് കഴിച്ചു, കുളിച്ചിട്ടില്ല, അങ്ങനെ യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസും ഇല്ലാതെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പറയാവുന്ന ഒന്നാണ് ഈ ഒരു മണി മന്ത്ര എന്ന് പറയുന്നത്. മണി മന്ത്ര ഇതാണ്, ഞാനിവിടെ എഴുതിയും കാണിച്ചിട്ടുണ്ട്. മെയ് റൈസ് ഗോൾഡൻ പ്രൈസ്. മെയ് റൈസ് ഗോൾഡൻ പ്രൈസ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കിടക്കയിലിരുന്ന് തന്നെ ഒരു 10 തവണ പറയാം. അതല്ല കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, എപ്പോഴൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുന്നോ അപ്പോഴൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മണി മന്ത്ര പറഞ്ഞുകൊണ്ടേ ഇരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു സ്വിച്ച് വേർഡും കൂടിയിട്ട്, അതായത് ഒരു സ്വിച്ച് നമ്പരും കൂടിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. 372118 ഇത് ഒന്നെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ റെഡ് കളറിലെ സ്കെച്ച് പെന്നോ മാർക്കറോ പേനയോ എന്താണോ ഉള്ളത് അതുകൊണ്ട് നമ്മുടെ ഇടത് കയ്യിൽ, ശരീരത്തിൻ്റെ ഇടത് ഭാഗത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എഴുതിയതിന് ശേഷം അത് മാഞ്ഞു പോകുന്നതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്കിത് എവിടെ വേണമെങ്കിലും എഴുതാവുന്നതാണ്. ഇത് രണ്ടും വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ 2 കാര്യങ്ങൾ, ഇത് രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ എപ്പോഴാണോ ഓർക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങളിത് ചെയ്താൽ മതിയാകും. ഇനി അടുത്തതായിട്ട് മെയ് മാസത്തിൽ വരുന്ന മൈത്രേയ മുഹൂർത്തം. മൈത്രേയ മുഹൂർത്തം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും ഞാനൊന്ന് പറയാം. നമ്മുടെ കടങ്ങൾ അടയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മൈത്രേയ മുഹൂർത്തം ഉപയോഗിക്കുന്നത്.
ഇതുപയോഗിച്ച് ഒരുപാട് പേർക്ക് അവരുടെ കടങ്ങൾ അടഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോസിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരുപാട് പേര് കമൻ്റ് ഇടാറുണ്ട്. അതുപോലെ തന്നെ ആഗ്രഹങ്ങളും സാധിച്ചിട്ടുണ്ട്. ഈ മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രത്തിലും അതുപോലെ തന്നെ അനിഴം നക്ഷത്രത്തിലും വരുന്നതാണ് ഈ ഒരു മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത്. അതും മേടലഗ്നവും വൃശ്ചിക ലഗ്നവും, അതായത് വൃശ്ചിക ലഗ്നവും അനിഴം നക്ഷത്രവും അതുപോലെ മേടം ലഗ്നവും അശ്വതി നക്ഷത്രവും കൂടിച്ചേരുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു മൈത്രേയ മുഹൂർത്തം സംഭവിക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ഒരു കവറിൽ, അതായത് കവറ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പോസ്റ്റ് കാർഡ് വരുന്ന കവറ്, കല്യാണക്കുറി, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കവറിൽ നമ്മൾ ഒരു ബിരിയാണി ഇല, ബേ ലീഫ് എടുത്തിട്ട് അതിൽ കടം തീരണം എന്ന് എഴുതണം. ബ്ലാക്ക് കളർ ഇങ്ക് കൊടുത്ത് ഏതൊരു മഷി കൊണ്ടും നിങ്ങൾക്ക് അത് എഴുതാവുന്നതാണ്. എഴുതിയതിന് ശേഷം ആ ഒരു കവറിൽ പൈസയും കൂടി ഇട്ട് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പൈസ എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നുമില്ല, 1 രൂപ മുതൽ നിങ്ങൾക്ക് അങ്ങോട്ട് എത്ര രൂപ സൂക്ഷിച്ച് വെക്കാൻ പറ്റുമോ അത്രയും രൂപ അതിനകത്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ കടം മേടിച്ച ആൾക്ക് അല്ലെങ്കിൽ ബാങ്കിൽ തിരിച്ചടയ്ക്കാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ ഒരു മൈത്രേയ മുഹൂർത്ത സമയത്ത് കൊണ്ടുപോയി നിങ്ങൾക്ക് തിരിച്ചു മടയ്ക്കാവുന്നതാണ്. അതും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കടങ്ങൾ തീരാനായിട്ട് സഹായിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കൂട്ടി വെച്ച പൈസ എന്തു ചെയ്യുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് ആ കടം തീർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിൽ പൂവ്, അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ക്ഷേത്രങ്ങളിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഒരിക്കലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ആ ഒരു കവറിന് പുറത്തായിട്ട് ഒന്നെങ്കിൽ നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാങ്കിൻ്റെ പേരെഴുതാം. ഒരു വ്യക്തിയിൽ നിന്നാണെങ്കിൽ ആ വ്യക്തിയുടെ പേരെഴുതാം. അത് എന്താണോ കടം വാങ്ങിച്ച ആ വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം, ആ ആളുടെ പേര് നമുക്ക് ആ ഒരു കവറിന് പുറത്തായിട്ട് എഴുതി വെക്കാവുന്നതാണ്. ബേ ലീഫിൽ അപ്പുറവും ഇപ്പുറവും നമുക്ക് കടം തീരണം എന്ന് എഴുതാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ബേ ലീഫ്, ഇപ്പോൾ 2 വശത്തും എഴുതി ആ ഒരു ബേ ലീഫ് നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് തീയിൽ കാണിച്ച് കത്തിച്ചതിന് ശേഷം പ്രപഞ്ചത്തിന് ആ ചാരം ഊതിവിടാം. അതിനുശേഷം പുതിയ ഒരു ബേ ലീഫ് എടുക്കാവുന്നതാണ്. പച്ചക്കർപ്പൂരം വായുവിൽ അലിഞ്ഞു ചേർന്ന് കഴിയുമ്പോൾ വീണ്ടും പുതിയ പച്ചക്കർപ്പൂരം ആ ഒരു കവറിൽ നമ്മൾ ആഡ് ചെയ്യാനും മറക്കരുത്. വളരെ പെട്ടെന്ന് തന്നെ നിഷ്പ്രയാസം തന്നെ നമുക്ക് എത്ര വലിയ കടമുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കടം തീർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മെയ് മാസത്തിൽ വരുന്ന മൈത്രേയ മുഹൂർത്തം എപ്പോഴാണെന്ന് നോക്കാം. മെയ് മാസം 2 തവണയേ മൈത്രേയ മുഹൂർത്തമുള്ളൂ. ആദ്യത്തേത് വരുന്നത് വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു സമയമാണ്. അതായത് മെയ് 13 ചൊവ്വാഴ്ചയാണ് മൈത്രേയ മുഹൂർത്തം വരുന്നത്. ഇതിനു മുൻപും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും മൈത്രേയ മുഹൂർത്തം വന്നാൽ വളരെയധികം നല്ലതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫലം കിട്ടും. വൃശ്ചിക ലഗ്നവും അനിഴം നക്ഷത്രവും കൂടിച്ചേരുന്ന മെയ് 13 ചൊവ്വാഴ്ച വൈകുന്നേരം 6:29 മുതൽ 8:40 വരെയാണ് മൈത്രേയ മുഹൂർത്തത്തിൻ്റെ സമയം വരുന്നത്. അതും ചൊവ്വാഹോര സമയത്താണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെയ് മാസത്തിലെ ആദ്യത്തെ മെയ് 13-ാം തീയതി വരുന്ന മൈത്രേയ മുഹൂർത്തം വരുമ്പോൾ ചൊവ്വാഹോരയായ 8 മണി മുതൽ 9 മണി വരെ, നമുക്ക് 8:40 വരെയേ ഉള്ളൂ മൈത്രേയ മുഹൂർത്തം. അതുകൊണ്ട് 8-നും 8:40-നും ഇടയ്ക്ക് വരുന്ന ആ ഒരു സമയത്ത് തന്നെ കടം തീരാനോ ആഗ്രഹം തീരാനോ ആയിട്ട് പൈസ എടുത്തു വെക്കാനായിട്ട് ആരും മറക്കരുത്. ഇനി രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്തം വരുന്നത് മെയ് 25, അന്ന് ഞായറാഴ്ചയാണ്. അതിരാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്താണ് അതും വരുന്നത്. 3:19 മുതൽ 5:06 വരെയാണ് സമയം. മേടലഗ്നവും അശ്വതി നക്ഷത്രവും കൂടിച്ചേരുന്ന മൈത്രേയ മുഹൂർത്തം 3:19 മുതൽ 5:06 വരെ. ആ സമയത്ത് നിങ്ങൾക്ക് ഉറക്കമാണെന്നുണ്ടെങ്കിൽ അലാറമൊക്കെ വെച്ച് എഴുന്നേറ്റ് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കവറിൽ പണം വെക്കാവുന്നതാണ്. ഈ ഒരു മൈത്രേയ മുഹൂർത്തത്തിന് നിങ്ങൾക്ക് പീരിയഡ്സ്, പുലവാലായ്മ, കുളിച്ചിട്ടില്ല, നോൺ വെജ് കഴിച്ചിട്ടില്ല തുടങ്ങിയ യാതൊരു കാര്യങ്ങളും നിങ്ങളെ ബാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇപ്പം വളരെ നേരത്തെയൊക്കെ എഴുന്നേൽക്കുന്നതുകൊണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. മാസത്തിൽ വരുന്ന എല്ലാ മൈത്രേയ മുഹൂർത്തങ്ങളിലും കവറിൽ പണമെടുത്ത് വെക്കണോ എന്ന് ഒരുപാട് പേർക്കൊരു സംശയമുള്ളതായിട്ട് കണ്ടു. അങ്ങനെയില്ല. ഏതെങ്കിലും ഒരു മൈത്രേയ മുഹൂർത്തത്തിൽ കവറിൽ പണമെടുത്ത് വെച്ചാൽ മതി. ഈ ഒരു മെയ് മാസത്തിൽ വരുന്ന ഈ ഒരു ചൊവ്വാഴ്ച വരുന്ന ചൊവ്വാഹോരയിൽ വരുന്ന ഈ ഒരു മൈത്രേയ മുഹൂർത്തത്തെ നിങ്ങളാരും പ്രയോജനപ്പെടുത്താതെ പോകരുത്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.